Now we can revise the topic reaching the age of adolescence. It is from the biology chapter for your annual exam, reaching the age of adolescence. In this lesson, we want to mainly discuss about what is adolescence and puberty, and what are the secondary sexual characters in both the males and females. So what we called it as adolescence, the period of life when the body undergoes changes leading to reproductive maturity is known as adolescence. It is the only feature of a living organism to reproduce their young ones. എല്ലാ പ്രായത്തിലും റീപ്രൊഡക്ഷൻ പോസിബിൾ അല്ല. റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി എത്തിക്കഴിഞ്ഞാൽ മാത്രമേ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സ് പോസിബിൾ ആവുള്ളൂ. അപ്പോൾ ആ റീപ്രൊഡക്ഷനിലേക്ക് നയിക്കുന്ന മെച്യൂരിറ്റി, റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി സ്റ്റാർട്ട് ചെയ്യുന്ന ആ പീരീഡിന്, അതായത് പലതരത്തിലുള്ള മാറ്റങ്ങൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന പീരീഡിനെ പറയുന്ന പേരാണ് അഡോളസെൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് സ്റ്റാർട്ടിങ് ഫ്രം ദ ഏജ് ഓഫ് 11 ഓർ എൻഡിങ് ഇൻ ദ 18 or 19 years of age. Okay. Now puberty, that period സ്റ്റാർട്ട് ചെയ്യുന്ന ആ കാലഘട്ടത്തിനെ പറയുന്ന പേരാണ് puberty. അതായത് ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ റിപ്രസെൻറ്റ് ചെയ്ത് തുടങ്ങുന്ന ഒരു സ്റ്റേജാണ് puberty period എന്ന് പറയുന്നത്. ഇറ്റ് ലീഡ്സ് ടു ഹ്യൂമൻ ബോഡി സോ മെനി ചേഞ്ചസ്, അണ്ടർഗോ സോ മെനി ചേഞ്ചസ് ലീഡിങ് ടു ദ സെക്ഷൽ മെച്യൂരിറ്റി or reproductive maturity. And there are so many general characters are there. During the time of reproductive maturity in our body, lots of changes are there. Growth on facial hair, growth in the armpits and the pubic region, and shoulders become wide in the case of male category in boys. And sweat and sebaceous glands are more active in these teenagers. And larynx voice box, especially in boys, the larynx protruded as Adam's apple, and their voice become deep and husky. Enlargement of breast in girls and widening of hips in females. There are so many characters are there that leads to changes. That changes leads to reproductive maturity. And why it is called teenagers? The teenagers period is called a stress and strain period. Most of the boys and girls are under stress during this adolescent period. അഡോളസൻ പീരിയഡിൽ നമ്മളെ ബോഡിക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങൾ ഉൾക്കൊണ്ട് അതിനനുസരിച്ച് ബിഹേവ് ചെയ്യുക. അപ്പോൾ ഈ സമയത്താണ് ടീനേജേഴ്സിലാണ് ഗ്യാങ് പ്രൊഡക്ഷനും, അതായത് ഒരേ സ്വഭാവത്തിൽപ്പെട്ട കുട്ടികൾ ഒരു ഗ്രൂപ്പായിട്ട് സംസാരിക്കാൻ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അങ്ങനെ ഒരു ഗ്രൂപ്പ്, ബാക്ക് ബെഞ്ചേഴ്സ് ആണെങ്കിൽ അങ്ങനെ ഒരു ഗ്രൂപ്പ്. പിയർ ഫോർമേഷൻ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഈ ഒരു ടീനേജേഴ്സിലാണ്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഈ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുന്നത്, അതായത് സെക്ഷൽ റീപ്രൊഡക്ഷനിലേക്കുള്ള മാറ്റങ്ങൾ, റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റിയിലേക്കുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് ഹോർമോൺസിൻ്റെ സഹായത്തോടു കൂടിയാണ്. നമ്മുടെ ശരീരത്തിൽ ഹോർമോൺസ് ഉണ്ട്. ഹോർമോൺസ് മീൻസ് ദേ ആർ കെമിക്കൽ കാറ്റലിസ്റ്റ് ടു എൻഹാൻസ് എ കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ നമ്മളെ ബോഡിയിൽ വളർച്ചയും ഹൈറ്റ് ഇൻക്രീസ് ചെയ്യലും വോയിസിനുണ്ടാവുന്ന മാറ്റങ്ങളൊക്കെ വരുത്തുന്നത് ഹോർമോൺസ് ആണ്. ഈ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗ്ലാൻസ് ആണ്. അങ്ങനെ രണ്ട് ഗ്ലാൻസ് ആണ് നമ്മളെ ബോഡിയിലുള്ളത്. എക്സോക്രൈൻ ഗ്ലാൻസ് ആൻഡ് എൻഡോക്രൈൻ ഗ്ലാൻസ് ആർ ദർ ഇൻ അവർ ബോഡി. എൻഡോക്രൈൻ ഗ്ലാൻസ് ആർ കോൾഡ് ഡക്റ്റിലസ് ഗ്ലാൻസ്. ഡക്റ്റ് ഒന്നും ഇല്ലാതെ അത് ഹോർമോൺ ഡയറക്റ്റ് ആയിട്ട് ബ്ലഡ് സ്ട്രീമിലേക്ക് ഡിസ്ചാർജ് ചെയ്യുന്ന ഗ്ലാൻഡാണ് എൻഡോക്രൈൻ ഗ്ലാൻഡ്. എക്സോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ അതിനൊരു ഡക്റ്റ് ഉണ്ടായിരിക്കും. ഹോർമോൺസ് ഒക്കെ അവിടെയാണ്, അതിലേക്കാണ് സെക്രീറ്റ് ചെയ്യണത്. Duct glands and ductless glands, exocrine gland and endocrine gland. Now in this lesson we want to study endocrine glands such as pituitary gland. Pituitary gland is located in the head region and it is called a master gland in our body. Why it is called a master gland in our body? This gland, master gland, that is pituitary gland, controls other glands or initiates to secrete their hormones. That's why it is called, the pituitary gland is called the master gland in our body. It mainly secrete growth hormone.
for the growth, produce the growth hormone by the pituitary gland. So the first gland is pituitary gland. It is called a master gland, and this secrete growth hormone. Next gland is thyroid gland. It is located in the neck region. The hormone produced by the thyroid gland is called thyroxine. Thyroxine is the hormone secreted by thyroid gland. If iodine is not there in our daily diet, iodine deficiency വന്നു കഴിഞ്ഞാൽ ഈ തൈറോയിഡ് ഗ്ലാൻഡ് തൈറോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറയും. അങ്ങനെ തൈറോയിഡ് ഗ്ലാൻഡ് സെക്രീഷൻ കുറയുമ്പോൾ തൈറോയിഡ് ഗ്ലാൻഡ് ഒന്നിച്ച് സ്വെല്ല് ചെയ്യാനായിട്ട് തുടങ്ങും നെക്ക് റീജിയനിൽ. ആ ഡിസീസിനെ പറയുന്ന പേരാണ് ഗോയിറ്റർ. വാട്ട് ഈസ് ദ ഡെഫിഷ്യൻസി ഡിസീസ്? ദാറ്റ് ഈസ് കോൾഡ് ഗോയിറ്റർ. അപ്പോൾ തൈറോക്സിൻ പ്രൊഡക്ഷൻ കുറഞ്ഞാൽ അയോഡിൻ്റെ അഭാവത്തിലാണ് തൈറോക്സിൻ കുറയുക. അപ്പോൾ ഉണ്ടാകുന്ന അസുഖം ഡെഫിഷ്യൻസി ഡിസീസാണ് ഗോയിറ്റർ. So the doctors are advised to include iodized salt in our daily diet. So that iodine is very necessary for the secretion of this thyroxine by the thyroid gland. The deficiency disease is called goiter. What is the symptom of goiter? Swelling in the neck. What is the symptom of goiter? It is the swelling in the neck region, that is called goiter. The next important gland is called pancreas. Pancreas secrete insulin. Now you know what is the role of insulin in our body? Insulin is the main agent that control the sugar level in our blood. What is the function of insulin? This insulin control sugar level in our blood. So if pancreas can't produce the insulin, the sugar level will increase in our blood. That disease is called diabetes. That disease is called diabetes. നമ്മുടെ പ്രമേഹം എന്ന് പറയുന്ന അസുഖമാണ് അത് ഡയബറ്റീസ്. ദാറ്റ് ഈസ് നമ്മുടെ ബ്ലഡിൽ ഷുഗർ ലെവൽ കൂടിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന അസുഖമാണ് ഡയബറ്റീസ് എന്ന് പറയുന്നത്. എപ്പോഴാണ് ഷുഗർ ലെവൽ കൂടുന്നത്? ഇഫ് ദ പാൻക്രിയാസ് കാൺ ഡസൻറ്റ് പ്രൊഡ്യൂസ് ഇൻസുലിൻ, ദ ഹോർമോൺ കോൾഡ് ഇൻസുലിൻ, the sugar level will increase in our body, because insulin is the hormone that control the sugar level in our blood. Okay, the next is adrenal gland. Adrenal gland secrete adrenaline. What is the hormone? Adrenaline. Adrenaline is secreted by the adrenal gland. What is the role of this adrenaline? നമ്മൾക്ക് പെട്ടെന്ന് നമ്മുടെ ബോഡിയിൽ ദേഷ്യമോ അല്ലെങ്കിൽ സങ്കടമൊക്കെ വരുന്ന സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് അഡ്രിനാലിൻ. അഡ്രിനാലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാൻ പറ്റും നമ്മളെ ഫേസ് ഒക്കെ റെഡിഷ് കളറാവും, സ്വെറ്റിങ് കൂടും, ഹാർട്ട് ബീറ്റ് കൂടും. അപ്പോൾ നമ്മൾ സ്ട്രെസ് ടൈമിലാവുമ്പോൾ റിലീസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഇത് അഡ്രിനാലിൻ. ദിസ് അഡ്രിനാലിൻ ഈസ് സെക്രീറ്റഡ് ബൈ ദിസ് ഗ്ലാൻഡ് കോൾഡ് adrenal gland. And the next gland is testis. Testis produce testosterone. That you know, this is the male hormone, testosterone. Ovary produce estrogen and progesterone. Female hormone is called estrogen and progesterone. Okay, now all you discussed this portion we discussed in the last chapter in the case of reproduction in animals also, that is reproductive phase in human beings. Fertilization on all the details we discussed. What is fertilization? The fusion of male and female gamete is called fertilization. Now, where the fertilization is occurring? Inside the female body, in the oviduct, this fertilization is occurring. Fertilization means the sperm and ova get fusing. That process is called fertilization.
Now, if the fertilization occur, that will leads to pregnancy, and if the fertilization is not occurred, at the time of fertilization, for receiving the embryo, the uterus is the female reproductive organ. That uterus is get enriched with the blood vessels. For what? For receiving the zygote. For receiving the zygote into the uterus get prepared well with the blood vessels. And what is the purpose? The fertilization occurs, thus embryo get implanted into the uterus for further development. If the fertilization does not occur, the ova and the blood vessels get removed from the female body through the vagina. That process is called menstruation. It's a cycle. After every 28 days it will repeat. That cycle is called menstrual cycle. Okay. So the menstrual cycle, it begins with at the starting of puberty. It is from the age of 10 to 12. The starting is called menarche. The starting is called menarche, and the stoppage at 45 to 50 years of age, it is called menopause. Now, this time, at the time of adolescent or in the puberty period, all want to keep cleanliness on our body, proper cleaning. Especially the sweat and sebaceous glands are more active, and it will lead to bacterial infection. So cleanliness is one of the important factor in this adolescent period. Okay. Now, next we will come into the sex determination. How the sex of the human baby that we can determine, that is called the sex determination. That is, we already have 23 pairs of chromosomes. That is, this 23 pairs means 46 in number. 44 chromosomes prepares the general characters of that organism, and another 2 characters, whether it is XS, 44 plus XY. XS consists of a female organism. അത് ക്രോമോസോമിലെ രണ്ടും XX ആണെങ്കിൽ അത് ഫീമെയിലും, മെയിൽ ആണെങ്കിൽ XY ആണ്. ഇനി who determine the sex of baby എന്ന് പറഞ്ഞാൽ ഇതിലുള്ള X ഇതിനോട് കൂടി ചേർന്നാലും X ഫീമെയിൽ ഓർഗാനിസം ആണ് ഉണ്ടാവുക. ഒരെണ്ണം അവിടെ Y ആണുള്ളത്. മനസ്സിലായല്ലോ? അപ്പോൾ സെക്സ് ഡിറ്റർമിനേഷൻ എന്നാണ് നമ്മളെ ക്രോമോസോം ആണ് നമ്മൾ, അതായത് 23 പെയേഴ്സിൽ 22 ഓട്ടോസോംസ് പ്ലസ് 1 സെക്സ് ക്രോമോസോം ആണ്. 1 പെയർ ഓഫ് സെക്സ് ക്രോമോസോം. അതിൽ ഈ 1 പെയർ എന്ന് പറയുന്നത് ഒന്നുകിൽ XX ആവാം, അല്ലെങ്കിൽ XY ആവാം. അപ്പം XX ആണെങ്കിൽ അത് ഫീമെയിൽ ഓർഗാനിസം, XY ആണെങ്കിൽ അതൊരു മെയിൽ ഓർഗാനിസം ആയിട്ട് മാറും. അതാണ് സെക്സ് ഡിറ്റർമിനേഷൻ എന്നാണ്. സോ ദ ക്രോമോസോംസ് ദാറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻസൈഡ് ദ ന്യൂക്ലിയസ് that determine all the general characters of that living organism. Okay, so this much portions you want to study in this chapter, reaching the age of adolescence. What is adolescence period? Puberty. What are the secondary sexual characters? And sex determination. Then what happens after fertilization in the female organism? If the fertilization doesn't occur, what will happen? So thoroughly study all the portions for your annual exam. Thank you.